വെൽക്കം ടു മൈ ചാനൽ എക്സ്ട്രാ സബ്ജക്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ കുറേ സിമ്പിൾ സെൻസുകളാണ് നോക്കിയത്. ശരിക്കും ഇംഗ്ലീഷ് പഠിക്കാൻ ആരംഭിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് സിമ്പിൾ സെൻസുകളാണ്. വീഡിയോ കാണാത്തവർ കണ്ട് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഈ വീഡിയോയിലും മറ്റു ചില സിമ്പിൾ സെൻസുകളാണ് നോക്കുന്നത്. ചാനലിൽ സെൻറ്റൻസുകളുടെ നിരവധി വീഡിയോകളുണ്ട്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇംഗ്ലീഷിൽ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ അനുസരിച്ച് വാചകങ്ങളെ നാലായി തിരിച്ചിരിക്കുന്നു. അവയിൽ ആദ്യത്തേതും ഏറ്റവും ലളിതമായതും ആണ് സിമ്പിൾ സെൻറ്റൻസ്. കാരണം അതിലൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഒരു സമയം ഒരു പ്രധാന കാര്യത്തിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ. ഇനി ചില വാചകങ്ങൾ നമുക്ക് നോക്കാം. തീർച്ചയായും അത് ഞാൻ വാങ്ങും. അത് ഇംഗ്ലീഷിലാക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഐ വിൽ ബൈറ്റ്. നിങ്ങൾ എത്ര പേരാ യാത്രയ്ക്ക് പോകുന്നത്? ഹൗ മെനി പീപ്പിൾ ആർ ഗോയിങ് ഓൺ ദ ട്രിപ്പ്? എവിടേക്കാണ് യാത്ര? വെർ ഇസ് ദ ട്രിപ്പ് ടു? വെർ ഈസ് ദ ട്രിപ്പ് ടു എന്നോ വാട്ട് ഈസ് ദ ഡെസ്റ്റിനേഷൻ ഓഫ് ദ ട്രിപ്പ് എന്നോ ചോദിക്കാം. എത്ര രൂപയാണ് മൊത്തം ചെലവിന് വേണ്ടത്? ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ എക്സ്പെൻസ്? റാങ്ക് ലിസ്റ്റിൽ നിൻ്റെ സ്ഥാനം എത്രാമതാണ്? വാട്ട് ഈസ് യുവർ പൊസിഷൻ ഓൺ ദ റാങ്ക് ലിസ്റ്റ്? എത്ര നാൾ കഴിഞ്ഞാണ് നീ ഇവിടേക്ക് വരുന്നത്? ആഫ്റ്റർ ഹൗ മച്ച് ടൈം വിൽ യു റിട്ടേൺ ഹിയർ? വാ കൂട്ടുകാരെ, നിങ്ങൾക്കും പങ്കെടുക്കാം. കം ഓൺ ഫ്രണ്ട്സ്, യു ക്യാൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ്. ഇനി എന്ന് നമ്മൾ കണ്ടുമുട്ടും? വെൻ വിൽ വി മീറ്റ് നെക്സ്റ്റ്? ഷീ റീഡ്സ് എ ബുക്ക്. അവൾ പുസ്തകം വായിക്കുന്നു. ദേ ഡാൻസ് ഹാപ്പിലി. അവർ സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നു. ഐ റൈറ്റ് എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതുകയാണ്. ഷീ കുക്സ് ലഞ്ച്. അവൾ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നു. ഹി പ്ലേസ് വയലിൻ. അവൻ വയലിൻ വായിക്കുന്നു. സെൻറ്റൻസുകൾ കൊണ്ട് നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷന് ഭംഗിയും വ്യക്തതയും വരുത്താൻ സിമ്പിൾ സെൻസുകൾ ഏറെ പ്രയോജനകരമാണ്. എന്തെങ്കിലും അറിവ് പകരാനുതകുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നുമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.